സ്പേസ് എക്സും അതേപോലെ തന്നെ നാസയും കൊളാബറേറ്റ് ചെയ്തിട്ട് അവർ പറഞ്ഞ അവർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഒരു 2030 ആകുമ്പോഴത്തേന് മനുഷ്യന്മാരെ ഒരു മൂണിലേക്ക് അല്ലെങ്കിൽ മൂന്നിൻ്റെ കൂടുതൽ എക്സ്കവേഷൻസ് അല്ലെങ്കിൽ അങ്ങനത്തെ പരീക്ഷണ യാത്രകൾക്ക് അവർ പോകുന്നതാണ് ഇപ്പോൾ അവർ പറയണത്. പക്ഷെ അതിൽ മെയിനായിട്ട് സംഭവം എന്ന് പറഞ്ഞാൽ മൂണിലേക്ക് എന്തുകൊണ്ടാണ് അവർ പോകണമെന്നുള്ള ചോദ്യമുണ്ട്. അപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എന്ന് പറഞ്ഞാൽ മൂണിലേക്ക് അവർ പോകണമെന്ന് പറഞ്ഞാൽ മൂണിലേക്ക് നമ്മൾ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ മാർസിലേക്കുള്ള ഒരു എക്സ്പ്ലോറേഷൻ്റെ വഴി അവിടെ തുറന്നു കിട്ടും. പിന്നെ അവിടെ നമുക്ക് ഈ എർത്തില് കിട്ടാത്ത കുറെ സംഭവങ്ങളുണ്ടല്ലോ, ആ സംഭവങ്ങളൊക്കെ അവിടെ ഡെവലപ്പ് ചെയ്തെടുത്തൂടെ? ഇപ്പോൾ ഹീലിയം 3 ഒരു ഐസോട്ടോപ്പാണ്, ഹീലിയത്തിൻ്റെ ഐസോട്ടോപ്പാണ്. അതെന്ന് പറഞ്ഞാൽ അത്രയും ഈ ന്യൂക്ലിയർ ഫ്യൂഷനോ യൂസ് ചെയ്യാൻ പറ്റുന്ന അത്രയും ഭയങ്കര പെട്ടെന്ന് എനർജി ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവം സോഴ്സാണ്, ക്ലീൻ എനർജി സോഴ്സാണ്. പക്ഷെ അത് എർത്തിലുള്ളതിനായിട്ട് അത്രയും അബണ്ടൻ്റ് ആയിട്ട് അവിടെ ഉണ്ട്, മൂണിലുണ്ട്. പക്ഷെ അത് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ അവിടെ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരിക എന്നൊക്കെ പറഞ്ഞത് അത് വലിയ ടാസ്ക്കാണ്. അതിന്റെ സൈഡ് എഫക്ട്സ് അതിനുണ്ടാവൂലേ? ഇതുവരെ അതിൻ്റെ ഇത് വന്നിട്ടില്ല. പക്ഷെ എന്നാലും ഒരു എനർജി സോഴ്സ് അവിടെ ഉണ്ട്. ഇപ്പം അറിഞ്ഞിടത്തോളം എനർജി സോഴ്സ് അവിടെ ഉണ്ട്. അതേപോലെ തന്നെ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ അവിടെ തന്നെ നമുക്ക് ഏതെങ്കിലും രീതിയിൽ ടെക്നോളജി എത്ര ഡെവലപ്പ് ആവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് യൂസ് ചെയ്തിട്ട് വേറെ സ്ഥലത്തേക്കും നമുക്ക് യാത്ര ചെയ്യാം, അല്ലെങ്കിൽ മാർസിനെ പറ്റി കൂടുതൽ പഠിക്കാം. ഒരു കാലഘട്ടം കഴിഞ്ഞാൽ എർത്തിലുള്ള എല്ലാവരും മറ്റേ മൂന്നിലോട്ട് താമസം മാറ്റുന്നു, ഒരവസ്ഥ ഉണ്ടാവും. പണ്ട് നമ്മൾ ട്രോളൊക്കെ ഇറങ്ങും, ചായക്കട നടത്തുന്നതും മുകളിൽ ചായക്കട സ്ഥലം മേടിച്ചിടുന്നതും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അതേപോലെ ഇപ്പോൾ അടുത്ത് 2024 തോന്നുന്നത്, അതായത് കുറേ പണക്കാരെന്ത് ചെയ്ത് ഈ ഓർബിറ്റിനെ അല്ലെങ്കിൽ എർത്തിൻ്റെ ഓർബിറ്റ് വരെ ഒരു യാത്ര നടത്തിയെന്നൊരു സംഭവം കേട്ടിരുന്നത്. പണക്കാർക്ക് മാത്രം യാത്ര നടത്തിയുണ്ട്. അതായത് അവർ ട്രിപ്പ് പോലെ അവർ സ്ഥാനത്തിൽ പോയി തിരിച്ചു വന്നു, അങ്ങനെ ഒരു സംഭവം കേട്ടിരുന്നത്. അപ്പോൾ അവർ പറയണമെന്ന് പറഞ്ഞാൽ ഒരു 2030 അല്ലെങ്കിൽ കുറച്ചൊരു വർഷം കഴിയുമ്പോൾ ഇത് നമുക്കും കൂടി അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവരെന്ത് ചെയ്യും, ഇതിന് സംഭവം പൈസ കുറക്കും. അതേപോലെ സഞ്ചാരിയുടെ ഡയറക്ടർപ്പ് അവതരിപ്പിക്കണ സന്തോഷ് ജോർജ് കുളങ്ങര മൂപ്പരാൾ ഇതേപോലെ ഒരു സ്പേസിലേക്കുള്ളൊരു യാത്രയിൽ പങ്കെടുക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ പറഞ്ഞാൽ പണക്കാരെ ലൈറ്റ്സിൻ്റെ ഒരു ഗ്രൂപ്പാണ്.